കോവിഡ് കാലം മുതലാണ് നമ്മൾ മലയാളികൾ കൂടുതൽ സിനിമയെ ട്രോളാൻ തുടങ്ങിയത്. അതിൽ ഏറ്റവും കൂടുതൽ ട്രോള് വാങ്ങിയ വ്യക്തി ആരാന്ന് ചോദിച്ചാൽ അത് നന്ദമൂരി ബാലകൃഷ്ണ തന്നെയായിരിക്കും. ഈ നന്ദമൂരി ബാലകൃഷ്ണ എന്ന പേര് പറയുമ്പോൾ നിങ്ങൾക്ക് കൂടുതലും അറിയില്ലായിരിക്കും. പക്ഷേ ബാലയ്യ എന്ന് പറഞ്ഞാൽ നമുക്ക് കൂടുതലും അറിയാം. ആ വ്യക്തിയുടെ സിനിമകളൊക്കെ നമുക്ക് പണ്ടേ അറിയാം എങ്ങനെയുള്ളതാണെന്ന്. കൂടുതൽ കത്തീൻ്റെ മേലെ കത്തിയായിരിക്കും. ഇപ്പോൾ ട്രെയിനിൻ്റെ മേലെ കൂടെ ബൈക്ക് ഓടിച്ച് കയറ്റുക, അതുപോലെ തന്നെ ഒരു കൈ ഫ്രണ്ടിലേക്ക് അപ്പോൾ ട്രെയിൻ റിവേഴ്സ് പോവുക, ഹെലികോപ്റ്റർ പിടിച്ചു നിർത്തുക, ഇതൊക്കെ ബാലയ്യൻ്റെ വീരസാഹസികങ്ങളായിരുന്നു. ഈ ട്രോളൊക്കെ ഏറ്റുവാങ്ങി അത്യാവശ്യം നാണം കെട്ടൊക്കെ ആൾ ഇരിക്കുമ്പോഴാണ് നമ്മുടെ മമ്മൂക്ക തെലുങ്ക് നാട്ടിൽ പോയിട്ട് യാത്ര എന്ന സിനിമ ചെയ്ത് അവിടെ ബ്ലോക്ക് ബസ്റ്റർ ഉണ്ടാക്കി. അത് YSR പാർട്ടിക്ക് 175 സീറ്റിൽ 159 സീറ്റും ഈ സിനിമ കാരണം അവർക്ക് പിടിക്കാൻ പറ്റി. അപ്പോൾ ഇത് കണ്ട ബാലയ്യ എന്ത് ചെയ്തു? ബാലയ്യ അവിടുത്തെ ഒരു സൂപ്പർ സ്റ്റാറാണ്, പോരാത്തതിന് തെലുങ്ക് ദേശം പാർട്ടീൻ്റെ ഒരു നേതാവും കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ആന്ധ്രാപ്രദേശ് അന്ന് ഭരിച്ച ഒരു വ്യക്തിയും കൂടിയാണ്. ആളെന്ത് ചെയ്തു? TSR പാർട്ടിക്ക് വിജയം കിട്ടാൻ വേണ്ടിയിട്ട് ആളുടെ അച്ഛൻ്റെ ബയോഗ്രഫി തന്നെ ആളെന്നെ സിനിമയാക്കി വെച്ചു. പക്ഷെ അതെന്താ, ക്രിട്ടിക്കലിയും കൊമേഴ്ഷ്യലിയും നല്ല ഫ്ലോപ്പ് ആവുകയാണ് അന്ന് ചെയ്തത്. ഈ ട്രോളും ഈ സിനിമയും എല്ലാം ഫ്ലോപ്പായിട്ട് ഒന്നുമല്ലാതായി ബാലയ്യ ഇരിക്കുമ്പോഴാണ് പുതിയ ആൾക്കാരുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് പതിവ് ചേരുവയിലൂടെ ബാലയ്യ അഖണ്ഡ പറഞ്ഞൊരു സിനിമ ഇറക്കി. സിനിമ നല്ല കൊമേഴ്ഷ്യൽ സക്സസ്ഫുള്ളുമായി ബാലയ്യൻ്റെ കരിയറിൽ ആദ്യത്തെ 100 കോടി ക്ലബ്ബും അതിൽ നേടാൻ പറ്റി. അത് വെറും ബാലയ്യ ഷോ ആയിരുന്നു. പക്ഷെ എന്നാൽ അതൊരു 2K കിഡ്സ് ഏറ്റെടുത്ത ഒരു സിനിമയായിരുന്നു. അതിനുശേഷം ഭഗവത് സിംഗ് കേസരി, അതുപോലെ ഇപ്പോൾ ദാക് മഹാരാജ എന്ന ലേറ്റസ്റ്റ് മൂവി നല്ല പ്രശംസയോടെ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. തെലുങ്കിലെ മറ്റൊരു സൂപ്പർ സ്റ്റാറായ ചിരഞ്ജീവി സ്ത്രീകളില്ലെങ്കിൽ പാരമ്പര്യം നിലനിർത്താൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ അറ്റാക്ക് ഏറ്റുവാങ്ങിയിരിക്കുകയും അതേ നാട്ടിൽ തന്നെ മൂന്നാമതും തനിക്കൊരു പെൺകുട്ടി ഉണ്ടായി പറഞ്ഞിട്ട് ആ പെൺകുട്ടിയെ അമ്മേനെയും വെട്ടിക്കൊന്ന് കിണറ്റിലേക്ക് ഇട്ട ഈ നാട്ടിൽ ബാലയ്യ തൻ്റെ സിനിമയിലൂടെ ഒരു പെൺകുട്ടിയെ എങ്ങനെ വളർത്തണം, അതിലെങ്ങനെ സക്സസ്ഫുൾ ആക്കണം എന്നുള്ളത്, അതിലെങ്ങനെ പാരമ്പര്യം ഉണ്ടാക്കണമെന്ന് തൻ്റെ സിനിമയിലൂടെ കാണിച്ചിട്ട് കയ്യടി വാങ്ങിയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ബാലയ്യൻ്റെ സിനിമാ കരിയറിൽ മാത്രമേ ഈ ഭഗവത് സിംഗ് കേസരിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതിലെ ക്ലൈമാക്സോട് അടുക്കുമ്പോൾ ബാലയ്യനെക്കാട്ടിലും സ്കോർ ചെയ്യണം അതിൽ ശ്രീലീല എന്നൊരു നായികയാണ്. ക്ലൈമാക്സിൽ ഫൈറ്റ് ചെയ്യണതും ആ നായികയാണ്. സാക്ഷാൽ ബാലയ്യനെ തന്നെ സൈഡാക്കിയിട്ട് ശ്രീലീല അവരുടെ സ്കോർ ചെയ്ത് കയ്യടി വാങ്ങി. ആ ലെവലിൽ ഇപ്പോൾ ബാലയ്യ മാറിക്കഴിഞ്ഞു. ഇപ്പോൾ അതിനുശേഷം ഇറങ്ങിയ പതിവ് ബാലയ്യ ഫോർമാറ്റിൽ ആക്ഷനും മാസും എല്ലാം കൂടി ചേർന്നിട്ട് ദാക് മഹാരാജ് എന്ന സിനിമ ഇറക്കി. അതിൽ ഒരു ചെറിയ കുട്ടിയെ ജനിക്കുമ്പോൾ അതിലെങ്ങനെ വളർത്തണം എന്നുള്ളത് ബാലയ്യ നന്നായിട്ട് തന്നെ കാണിച്ചു തന്നുണ്ട്. ഇതൊക്കെ സാധാരണ എല്ലാ നടന്മാരും ചെയ്യണമാണ്. പക്ഷേ ആന്ധ്ര പോലുള്ളൊരു സ്ഥലത്ത് ബാലയ്യെ പോലെ ഒരു നടൻ ചെയ്യുമ്പോൾ അതിലുണ്ടാവണ ഒരു ഇമ്പാക്റ്റ് വേറെ തന്നെയാണ്. അത് ആ നാട്ടിലെ ജനങ്ങളിൽ നന്നായിട്ട് തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. ഇപ്പോൾ ദാക് മഹാരാജിലേക്ക് വരാം. ബോബി കോലി സംവിധാനം ചെയ്ത സിനിമയാണ് ആക്ച്വലി ദാക് മഹാരാജ്. പതിവ് ബാലയ്യ ഫോർമാറ്റിലുള്ള ഒരു സിനിമയാണെങ്കിലും കൂടി ബാലയ്യൻ്റെ ഒരു കത്തി സീന് പോലും ഈ സിനിമയിൽ ആക്ച്വലി ഞാൻ കണ്ടില്ല. അതാണ് ഈ സിനിമയിലെ ഒരു പ്രത്യേകത. ഇതിൽ ഉർവശി റൂട്ട്വാലയായിട്ടുള്ള നായികയുടെ കോമ്പിനേഷൻ സീന് മുക്കാലും കട്ട് ചെയ്ത് കളയും എന്നുള്ളത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കട്ട് ചെയ്ത് കളഞ്ഞു എന്ന് തന്നെ തോന്നണം. കാരണം ഞാൻ ആ കണ്ട ആമസോൺ പ്രൈമിലായതും കൊണ്ട് ആ സീനുകളൊന്നുമില്ല. നല്ല വൃത്തിക്ക് തന്നെ സിനിമ എടുത്തു വെച്ചിട്ടുണ്ട്. ഈ സിനിമയിലെ പ്രത്യേകത എന്താ വെച്ചാൽ ഈ സിനിമയിലെ കാസ്റ്റിംഗ് തന്നെ. ആക്ച്വലി ഈ ബാലയ്യയും ഒരു ചെറിയ കുട്ടിയായിട്ടുള്ള പ്രകടനമാണ് ഈ സിനിമയിലെ മെയിൻ ആയിട്ടുള്ള മുതൽക്കൂട്ട്. അവർ രണ്ടുപേരും ആ കുട്ടീൻ്റെ ചെറിയ ക്യൂട്ട്നെസ്, കുട്ടികൾ എന്ത് കാണിച്ചാലും അത് ക്യൂട്ട്നെസ് ആയിട്ട് വരുമല്ലോ. അതിനൊപ്പം അതിൽ കൊടുക്കണം ബാലയ്യൻ്റെ റിയാക്ഷൻസ്. സത്യം പറയല്ലോ സൂപ്പറായിട്ട് അദ്ദേഹം അത് അഭിനയിച്ചിട്ടുണ്ട്. അത് നമുക്ക് തന്നെ പേഴ്സണലി ആ ഇമോഷൻസ് കണക്റ്റ് ആവുന്നുമുണ്ട്. പക്ഷേ ബാലയ്യയും കുട്ടിയും മാത്രമല്ല, എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കും ഒരു ബാലയ്യ സിനിമയിൽ ബാക്കിയുള്ള സഹതാരങ്ങൾക്ക് സ്പേസ് കൊടുക്കുന്നത്. ഇൻ്റർവെല്ലിന് ശേഷം ബാലയ്യ ഷോയ്ക്ക് തന്നെയാണ് സിനിമ പോകുന്നതെങ്കിലും അതിൽ ബാക്കിയുള്ള കാസ്റ്റുകൾക്കെല്ലാം നല്ല അവർക്കൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇൻ്റർവെല്ലിന് ശേഷമാണ് ശ്രീനിധിയുടെ ക്യാരക്ടറൊക്കെ വരുന്നത്. അവർക്ക് മാത്രമായിട്ട് അഭിനയിക്കാനുള്ള കുറേ സ്പേസുകൾ ഈ സിനിമയിലുണ്ട്. അതുപോലെ ഷൈൻ ടോം ചാക്കോ നമ്മുടെ മെയിനായിട്ട് ഒരു ക്യാരക്ടറുണ്ട്. കുറച്ചേ ഉള്ളെങ്കിലും അവസാനം വരെ ഉണ്ട്. പക്ഷെ അയാളുടെ ക്യാരക്ടർ നന്നായി കൃത്യമായിട്ട് ചെയ്തതും കൊണ്ട് പ്ലേസ് ചെയ്തതും കൊണ്ട് നമുക്ക് ആ ക്യാരക്ടറുടെ സീന് വരുമ്പോൾ കുറച്ച് ടെൻഷൻ വരുന്നുണ്ട്. അതൊക്കെ നല്ലൊരു മികച്ച പ്രകടനവും അതിനനുസരിച്ച് സ്ക്രിപ്റ്റ് നന്നായിട്ട് കൈകാര്യം ചെയ്തതും കൊണ്ടാണ്. ഇൻ്റർവെല്ലാകുമ്പോൾ ഒരു ബാലയ്യൻ്റെ വൺ മാൻ ഷോൻ്റെ ഫൈറ്റ് വെക്കണതിന് പകരം ബാക്കിയുള്ള സഹതാരങ്ങളുടെ ഫൈറ്റിനുള്ളൊരു സ്പേസ് ഇതൊന്നും ബാലയ്യ സിനിമയിൽ അങ്ങനെ കാണാൻ കഴിയില്ല. ഫസ്റ്റ് ടൈമാണ് ഇതിങ്ങനെ കാണുന്നത്. അത് പറഞ്ഞ പോലെ തന്നെ പെൺകുട്ടികൾക്ക് ഇപ്പോൾ സൊസൈറ്റിയിൽ ഭയങ്കര അതിക്രൂരമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെതിരെ ബാലയ്യ സിനിമ എടുക്കണമെന്നുകൊണ്ട്
അതിൽ 2K കിഡ്സിൻ്റെ സൈക്കോളജി എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കിയും കൊണ്ടും ആ ഫോർമാറ്റ് ആ സിനിമയിൽ ഉൾപ്പെട്ടതും കൊണ്ട് ഇതൊരു നല്ലൊരു സിനിമ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഈ സിനിമ ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്, കാണണം. പരമാവധി തെലുങ്ക് വേർഷൻ തന്നെ കാണുന്നതായിരിക്കും നല്ലത്. കാരണം ഇതിൻ്റെ മലയാളം ഡബ്ബിങ്ങും തമിഴ് ഡബ്ബിങ്ങും വളരെ മോശമാണ്. അതുകൊണ്ട് തെലുങ്ക് വേർഷൻ തന്നെ കാണും. എന്നാലേ ബാലയ്യൻ്റെ ആ ഒരു സ്ക്രീൻ പ്രസൻസിൽ ആ ഡയലോഗ് കേൾക്കുമ്പോൾ നമുക്കും ഒരു രോമാഞ്ചമൊക്കെ വരുള്ളൂ. നിങ്ങൾ മനസ്സിൽ തെലുങ്ക് വേർഷനിൽ സബ് ടൈറ്റിൽ ഇട്ട് കണ്ടോളൂ. സബ് ടൈറ്റിൽ എന്തായാലും ഉണ്ടല്ലോ. അപ്പോൾ മറക്കണ്ട, ഈ സിനിമ എന്തായാലും എല്ലാവരും ഒരു വട്ടമെങ്കിലും